ഫോറൻസിക് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ ഒരു ഡിഫൻസ് ആണ്, ഡിഫൻസ് ഓഫ് കൺസെന്റ്. അപ്പോൾ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരാളുടെ സമ്മതത്തോട് കൂടിയാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് കുറ്റകൃത്യമായി മാറുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ അയാളുടെ സമ്മതത്തോട് കൂടിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫൻസിനെ കുറിച്ച് BNS കുറച്ച് സെക്ഷനുകളിൽ ഇത്തരത്തിൽ കൺസെന്റ് ഡിഫൻസ് ആയി വരുന്ന പല സാഹചര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒരു 5ഓളം സെക്ഷനുകളുണ്ട്, പല പല സാഹചര്യങ്ങളുണ്ട്. എപ്പോഴൊക്കെയാണ് നമുക്ക് കൺസെന്റ്, ഒരാളുടെ സമ്മതം അയാൾക്കെതിരെ ഉള്ളൊരു ഡിഫൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ആണ് ഡിഫൻസ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫൻസ് ഓഫ് കൺസെന്റിന്റെ സെക്ഷനുകളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപേ കുറച്ച് ജനറൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, ഡിഫൻസ് ഓഫ് കൺസെന്റിനെ ബേസ് ചെയ്തിരിക്കുന്നത് ഒരു സിവിൽ മാക്സിം ആണ്. ആക്ച്വലി ടോട്ടൽ ഓയിൽ അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഈ ഡിഫൻസ് ഓഫ് കൺസെപ്റ്റ്. നമ്മൾ ടോട്ടലും നമ്മൾ ഇതേപോലെ ജനറൽ എക്സെപ്ഷൻസ് പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന കുറച്ച് എക്സെപ്ഷനുകളുണ്ട്. എന്താ പറയുക, പ്ലെയിൻറ്റിഫ് അറ്റ് ഡിഫോൾട്ട്, തേർഡ് പാർട്ടി ഇന്റർവീനിയൻസ്, അതേപോലെ തന്നെ ഇവിടെ വോളണ്ടറി നോട്ട് ഫിറ്റ് ഇഞ്ചുറിയ, അതാണ് ഡിഫൻസ് ഓഫ് കൺസെന്റ്. അപ്പം ടോട്ടൽ ഇവോൾവ് ചെയ്തൊരു ഡിഫൻസ് ആണ്. നമ്മളത് ക്രിമിനൽ ലോയിലും വൈഡ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫൻസ് ബേസ് ചെയ്തിരിക്കുന്ന ലീഗൽ മാക്സിം വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്നാണ്. ഇതിനർത്ഥം വോളണ്ടറി ആയിട്ട് ഒരാൾ ഹാം സഫർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇനി കംപ്ലൈന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ കൺസെന്റ് കൊടുത്താൽ അയാൾക്ക് ഹാം ഉണ്ടായി എന്ന് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ അയാൾക്ക് കൺസെന്റ് കൊടുത്ത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും ആ പ്രവൃത്തിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അയാളുടെ സമ്മതപ്രകാരമാണത് ചെയ്തിരിക്കുന്നത് എന്ന കാരണത്താൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫൻസ് ഓഫ് കൺസെന്റിന്റെ ഒരു ബേസിസ്. നമുക്കൊരു 5ഓളം സെക്ഷനുകളുണ്ട് ഡിഫൻസ് ഓഫ് കൺസെന്റ് ബേസ് ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി കൺസെന്റ് എന്ന് പറയുമ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? കൺസെന്റ് എന്ന് പറയുന്ന വാക്ക് വരുമ്പോഴേ ഓർക്കുക, എന്തൊക്കെ ഈ കൺസെന്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ സമ്മതം കൊടുക്കുക എന്നാണ്, അല്ലേ? സമ്മതം കൊടുക്കുമ്പം നമ്മൾ സമ്മതം കൊടുക്കുന്നത് നമ്മുടെ പൂർണ്ണമായ മനസ്സോടും അറിവോടും കൂടി ആയിരിക്കണം. അതായത് ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ഫ്രീ കൺസെന്റിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ കൺസെന്റ് സെക്ഷൻ 13 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് കൺസെന്റ് ഫ്രീ ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അവിടെ പറയുന്നുണ്ട് ഫിയർ ഉണ്ടാകാൻ പാടില്ല, ത്രെറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കാനായിട്ട് പാടില്ല, ഫ്രോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റെപ്രസെന്റേഷനോ അങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല, അതേപോലെ തന്നെ എന്താണ്, അണ്ടു ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഫ്രീ കൺസെന്റ് ഉണ്ടാകാനായിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പഠിക്കുമ്പോൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കും. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, ഫ്രീ കൺസെന്റ് ആണ് ഇവിടെ കൺസെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കൺസെന്റ് എന്ന് പറയുമ്പോഴേ ആലോചിച്ചോണം, ആർക്കാ കൺസെന്റ് കൊടുക്കാൻ ലീഗലി സാധിക്കുക? മേജേഴ്സിന്, അല്ലെ? അഡൽട്സിനാണ് കൺസെന്റ് കൊടുക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ കൺസെന്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത് ആരെ തന്നെയാണ്? അഡൽട്സിനെ തന്നെയാണ്. മൈനേഴ്സിന് ഒരിക്കലും കൺസെന്റ് കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ആർക്കൊക്കെയാണ് കൺസെന്റ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് കൺസെന്റ് ആർക്കൊക്കെ കൊടുക്കാമെന്ന് പറയുന്നത്? അതും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. അവിടെ പറയുന്നുണ്ട് ആർക്കൊക്കെ കൺസെന്റ് കൊടുക്കാമെന്ന്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട് അഡൽട്ടുകൾക്കും, അതായത് അവിടെ പറയുന്നത് അഡൽട്ട് എന്ന വാക്കല്ല, ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം ആർക്കാണോ കൺസെന്റ് കൊടുക്കാൻ അനുവദിച്ചിരിക്കുന്നത് അവർക്കാണ് കൺസെന്റ് കൊടുക്കാൻ പറ്റുക. അത് മേജേഴ്സ് ആയിട്ടുള്ള നമുക്ക് അഡൽട്സ് 18 ഇയേഴ്സ് എബോവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അവിടെ പിന്നെ പറയുന്നുണ്ട് അൺസൗണ്ട് പേഴ്സൺസിന് കൺസെന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതേ കണക്ക് ഇവിടെയും കൺസെന്റ് വാലിഡ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യണമെങ്കിൽ അതൊരു ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ലീഗലി കൺസെന്റ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കൺസെന്റ് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഈ രണ്ട് കാര്യങ്ങളും ഈ ഡിഫൻസ് ഓഫ് കൺസെന്റ് മനസ്സിലാക്കുമ്പം കൺസെന്റ് എന്ന് പറയുന്ന വാക്കുമായിട്ട് നമ്മൾ ഓർക്കാനുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ പറയുന്ന ഒരു കേസസിലും, ഡിഫൻസ് ഓഫ് കൺസെന്റ് പറയുന്ന ഒരു കേസസിലും ഇന്റൻഷൻ ടു കോസ് ഡെത്ത്, അതായത് ഒരു വ്യക്തിയുടെ കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കൺസെന്റ് ഉണ്ടായിരിക്കാം അയാളുടെ, ബട്ട് സ്റ്റിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അയാളെ കൊല്ലണമെന്ന ഇന്റൻഷനോട് കൂടിയിട്ടാണെങ്കിൽ അയാളുടെ ചിലപ്പോൾ ഒരാൾ നമ്മളോട് പറയണം, എക്സ് എന്നോടൊന്ന് പറയണം, എന്നെ ഒന്ന് കൊന്നു തരുമോ? ഞാൻ എന്ത് ചെയ്യണം? ആ നിമിഷം തന്നെ എൻ്റെ തോക്ക് എടുത്തിട്ട്, റിവോൾവർ എടുത്തിട്ട് ഞാൻ എക്സിനെ ഷൂട്ട് ചെയ്തു. ഹി ഈസ് ഡെഡ്, അയാൾ മരിച്ചുപോയി. അയാൾ ചോദിച്ചു, ഞാൻ കൊന്നു. അപ്പൊ ഞാൻ കോടതിയിൽ പറയുകയാണ്, അയാൾ എന്നോട് ആവശ്യപ്പെട്ട് കൊല്ലാനായിട്ട് ഞാൻ കൊന്നു. കോടതി അപ്പൊ എന്താ പറയാ? ഡിഫൻസ് ഓഫ് കൺസെന്റ് ഏത് കേസസിൽ എടുക്കാൻ പറ്റില്ല? ഇന്റൻഷനലി ഡെത്ത് ഉണ്ടാക്കുന്ന കേസസിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഡെത്ത്, മരണമാണ്, മർഡർ എന്ന് പറയുന്ന ഒഫൻസിലോ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്ന ഒഫൻസിലോ അങ്ങനെ ഡെത്ത് വരുന്ന കേസസിൽ നമുക്ക് ഡിഫൻസ് ഓഫ് കൺസെന്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ് അതിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ ഡിഫൻസ് ഓഫ് കൺസെന്റ് പഠിക്കുന്നതിന് മുൻപേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സെക്ഷനുകളായിട്ട് വരാം. ഓക്കെ,
ആദ്യത്തെ സെക്ഷൻ 25 സെക്ഷൻ 25 പറഞ്ഞിരിക്കുന്നത് 18 വയസ്സിന് മുകളിലേക്കുള്ള ഒരാളുടെ കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ആവശ്യപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അയാൾ ഒന്നുകിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ഒരു പെർട്ടിക്കുലർ ഹാം സഫർ ചെയ്യാനായിരിക്കാം അയാൾ കൺസെന്റ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഹാം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ അയാൾ നമ്മളോട് സമ്മതം തന്നിരിക്കുന്നത് ഈ ഹാമിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന എന്തും ഞാൻ സഫർ ചെയ്തോളാം എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊരു കാര്യം ഒരു ഹാം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടി ചെയ്തു, എന്നാൽ ആ ഹാം അല്ല അതിന്റെ റിസൾട്ട്, മറ്റെന്തെങ്കിലും ഉണ്ടായേക്കാം എന്ന നോളേജ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ അയാൾ നമ്മളോട് സമ്മതം തന്നിരിക്കുന്നത് ഹാമും അതിന്റെ കോൺസിക്വൻസും ഏറ്റെടുത്തോളാം എന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന കുറച്ച് സിനേറിയോസിൽ കൺസെന്റ് ഓഫ് ഡിഫൻസ് പ്ലീഡ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 25. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 25 പ്രകാരമുള്ള ഡിഫൻസ് ഓഫ് കൺസെന്റ് അപ്ലൈ ചെയ്യുക 18 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാരുടെ കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഒരു മൈനറിന്റെ കേസിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു മൈനർ ആയിട്ടുള്ള കുട്ടി എനിക്ക് കൺസെന്റ് തന്നിരിക്കുകയാണ്, ആ കുട്ടിയെ ഞാൻ വെടിവെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ റിവോൾവർ എടുത്ത് ഷൂട്ട് ചെയ്തു, അതിനർത്ഥം എനിക്ക് ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യാൻ സാധിക്കുമോ? സെക്ഷൻ 25 പ്രകാരം എന്തായാലും സാധിക്കില്ല. ഇനി അങ്ങോട്ട് എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പം സെക്ഷൻ 25 പ്രകാരം മൈനേഴ്സിന്റെ കേസല്ല, 18 ഇയേഴ്സിന്റെ മുകളിലേക്കുള്ള ആൾക്കാരുടെ കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴുള്ള സിനേറിയോ ആണ് പറയുന്നത്. നമുക്ക് നോക്കിയാലോ സെക്ഷൻ എന്താണെന്ന്. ആക്ട് നോട്ട് ഇന്റൻറ്റഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട് ഡൺ ബൈ കൺസെന്റ്. അപ്പം ആദ്യമേ മനസ്സിലാക്കിക്കോളൂ, സെക്ഷൻ 25ന്റെ ഡിഫൻസ് ഓഫ് കൺസെന്റ് നമുക്ക് പ്ലീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും ആക്ട് ചെയ്യുന്നത് ഡെത്ത് ഉണ്ടാക്കാനോ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടിയോ നമ്മളുടെ ആക്ട് ഡെത്തിലേക്കോ ഗ്രീവിയസ് ഹേർട്ടിലേക്കോ നയിക്കാം എന്ന നോളേജോട് കൂടിയോ ആയിരിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ നത്തിങ് വിച്ച് ഈസ് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹേർട്ട് ആൻഡ് വിച്ച് ഈസ് നോട്ട് നോൺ ബൈ ദ ഡൂവർ to be likely to cause death or grievous hurt. അപ്പം ഡെത്തോ ഗ്രീവിയസ് ഹേർട്ടോ ഉണ്ടാക്കണം എന്ന ഇന്റൻഷനോട് കൂടിയിട്ടല്ലാതെയോ ഡെത്തോ ഗ്രീവിയസ് ഹേർട്ടോ ഉണ്ടാക്കണം എന്ന നോളേജോട് കൂടി അല്ലാതെയോ, അതായത് ഈ രണ്ട് സാധനം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോ നോളേജോ നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ സെക്ഷൻ 25 പറയുന്ന ഡിഫൻസ് നമുക്ക് പ്ലീഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ പറയുന്ന ഡെത്തോ ഗ്രീവിയസ് ഹേർട്ടോ ഉണ്ടാക്കണമെന്ന ഇന്റൻഷനോ നോളേജോ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നത്തിങ് ഈസ് ആൻ ഒഫൻസ് ബൈ റീസൺ ഓഫ് എനി ഹാം വിച്ച് ഇറ്റ് മേ കോസ്. അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മളൊരു കാര്യം ചെയ്തു, എന്നാൽ അത് ഒഫൻസ് ആയി മാറുന്നില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തതിന്റെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈസ് ആൻ ഒഫൻസ് ബൈ റീസൺ ഓഫ് എനി ഹാം വിച്ച് ഇറ്റ് മേ കോസ്. ആ പോയിന്റ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. ഈസ് ആൻ ഒഫൻസ് ബൈ റീസൺ ഓഫ് എനി ഹാം വിച്ച് ഇറ്റ് മേ കോസ്. അതായത് ഞാനൊരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്, ആ പ്രവൃത്തി ചെയ്തത് കാരണമുണ്ടായ ഹാം എന്താണോ, അതിന്റെ റിസൾട്ടന്റ് ഹാം എന്താണോ അത് കാരണം ഒരു കുറ്റം ഉണ്ടായിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ആ പ്രവൃത്തി ചെയ്തതല്ല കുറ്റകൃത്യം, ഇവിടെ ആ പ്രവൃത്തി കാരണം ഉണ്ടായിരിക്കുന്ന ഹാം ആണ് ഇവിടെ എന്തായിരിക്കുന്നത്, കുറ്റമായി മാറിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഹാം ഉണ്ടാക്കിയതിനാൽ ഒരു കുറ്റകൃത്യം അവിടെ ഉണ്ടായിരിക്കുന്ന സിനേറിയോ ആണ് സെക്ഷൻ 2. ഇത് ഞാൻ പറയാനുള്ള റീസൺ, നമ്മൾ കുറച്ചങ്ങോട്ട് മാറുമ്പോൾ വേറൊരു പെർട്ടിക്കുലർ സെക്ഷൻ പഠിക്കും, അവിടെ നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ അത് ഒന്ന് വ്യക്തമാക്കി തരാം. ചില ഓഫൻസുകൾ ചെയ്യുന്നതേ കുറ്റകൃത്യമാണ്, അതിന്റെ ഹാം എന്താണെന്നുള്ളത് നമ്മൾ നോക്കില്ല. ചില ഓഫൻസുകൾ നമ്മൾ അത് ചെയ്തൊരു പ്രത്യേക ഹാം ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു വീട്ടില് മോഷ്ടിക്കാൻ പദ്ധതിയിട്ട് ഞാൻ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറി, ഞാൻ മോഷ്ടിക്കാതെ പുറത്തിറങ്ങി. ഒരിക്കലും എന്നെ തെഫ്റ്റ് എന്ന് പറയുന്ന ഒഫൻസിന് പണിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ മോഷ്ടിക്കാൻ പദ്ധതി ഇട്ടതോ കാര്യങ്ങളോ ഒന്നും തെഫ്റ്റ് എന്ന് പറയുന്ന ഒഫൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഞാൻ എടുക്കുമ്പോഴാണ് അവിടെ തെഫ്റ്റ് ഉണ്ടാകുന്നത്. അത് ഞാൻ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ട്രസ്പാസിന് ശിക്ഷിക്കാം, അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിങ്ങിന് ശിക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് എന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തെഫ്റ്റിന് ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഹാം ഉണ്ടായില്ല. ആ ഹാമിന്റെ റിസൾട്ട് ആണ് ഓഫൻസ്. തെഫ്റ്റ് എന്ന് പറയുന്ന ഓഫൻസ് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ഹാം അവിടെ സംഭവിച്ചിരിക്കണം. അതുണ്ടായില്ല. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഹാം ഉണ്ടായില്ലെങ്കിൽ പോലും ഇതുണ്ടാവുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പം മിസ്കാരേജ് ഒരു അബോർഷൻ ചെയ്യിപ്പിക്കുക, മനഃപൂർവ്വം മിസ്കാരേജ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് കുട്ടി മരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതിന് അറ്റംപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ കുറ്റകൃത്യമാണ്. മർഡർ അതിനൊരു എക്സാമ്പിൾ ആണ്. അറ്റംപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ കുറ്റകൃത്യമാണ്. അങ്ങനെ ചിലതിന് എന്താണ് റിസൾട്ടന്റ് ഹാം എന്നുള്ളത് നമ്മൾ നോക്കാറില്ല അല്ലെ. ആ കാര്യം ചെയ്യുന്നത് തന്നെ നമ്മൾ കുറ്റകൃത്യമായി കണക്കാക്കാറുണ്ട്. പക്ഷെ സെക്ഷൻ 25 പറയുന്നത് ചില പ്രത്യേക ഒഫൻസുകളാണ്. ആ ഒഫൻസുകൾ
ഒരു ഹാം കാരണം ഉണ്ടായിരിക്കുന്ന ഒഫൻസുകളാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പം നോർമൽ ഹേർട്ട്, ക്രിമിനൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ബാറ്ററി, ഈ പറയുന്ന ഒഫൻസുകളൊക്കെ ഒരു പ്രത്യേക ഹാം കാരണം ഉണ്ടാകുന്ന ഒഫൻസ് ആണ്. ഈ ഹാം ആണെങ്കിൽ ഈ ഒഫൻസ്, അങ്ങനെ നമ്മൾ പറയുക അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളൊരു കാര്യം, ഒരു ഒഫൻസ് ഉണ്ടായിരിക്കുകയാണ് ഒരു ഹാം ഉണ്ടായത് കാരണം. ഓക്കെ, ഓർ ഇന്റൻറ്റഡ് ബൈ ദ ഡൂവർ ടു കോസ്. ഇനി ഈ ഹാം ഉണ്ടാക്കാനായിട്ട് ചെയ്ത ആള് ഇന്റൻഷനോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഹാം ഉണ്ടാക്കണമെന്ന് ഇന്റൻഷനോട് കൂടി തന്നെ അയാൾ ചെയ്തിരിക്കുന്നത്. ഇനി ആരോടാണ് ഈ ഹാം അയാൾ ചെയ്തിരിക്കുന്നത്? 18 വയസ്സിന് മുകളിലേക്കുള്ള ഒരു വ്യക്തിയോടാണ് ഇയാൾ ഹാം ചെയ്തിരിക്കുന്നത്. ആ വ്യക്തി ഇയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സമ്മതം കൊടുത്തിട്ടുണ്ട്. സമ്മതം എക്സ്പ്രസ് ആകാം, ഇംപ്ലൈഡ് ആകാം. അതായത് ചില സാഹചര്യങ്ങളിൽ എക്സ്പ്രസ്ലി നമ്മൾ സമ്മതം കൊടുക്കാറുണ്ട്, എന്നെ ഉപദ്രവിച്ചോളൂ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇംപ്ലൈ ചെയ്യും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കില്ല ഇതാവാനായിട്ട്. പക്ഷെ ആ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു, ഇംപ്ലൈഡ് ആയിരുന്നു, കൺസെന്റ് ഉണ്ടായിരുന്നു. ഇംപ്ലൈഡ് കൺസെന്റ്, അതായത് സാഹചര്യത്തിൽ നിന്നും അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനൊരു അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെയുള്ള ഹേർട്ട് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഇംപ്ലൈഡ് കൺസെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൺസെന്റ് എക്സ്പ്രസ് ആകാം, ഇംപ്ലൈഡ് ആകാം, എങ്ങനെയാണെങ്കിലും ശരി ഒരു കൺസെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹാം ഉണ്ടാക്കിയ ആള്, ആ വ്യക്തി എന്ത് ചെയ്തിരിക്കുന്നത്? അയാൾക്ക് ഹാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എക്സും വൈയും ആണെങ്കിൽ വൈയുടെ കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ, വൈ 18 വയസ്സ്, 2 കണ്ടീഷൻസ് ഉണ്ട് കൺസെന്റ് വാലിഡ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൻ 25 അപ്ലൈ ചെയ്യണമെങ്കിൽ. ഒന്ന്, ആരാണോ സഫർ ചെയ്യുന്ന ആൾ, വിക്ടിം ആരാണോ അയാൾ 18 വയസ്സിന് മുകളിലേക്കുള്ള ഒരാളായിരിക്കണം. 2, അയാൾ എക്സ്പ്രസ്ലി അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി കൺസെന്റ് കൊടുത്തിരിക്കണം. അപ്പൊ ഈ കൺസെന്റ് കൊടുത്തിരിക്കുന്ന ആളോട് ഇപ്പൊ വൈയെ എക്സ് എന്ത് ചെയ്യാണ്? അയാൾ എന്ത് കാര്യമാണോ സഫർ ചെയ്യാൻ കൺസെന്റ് തന്നിരിക്കുന്നത് അത് എക്സ് ചെയ്യുകയാണെങ്കിൽ എക്സിന് ആ ഇന്റൻഷനോട് കൂടി തന്നെയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ എക്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് സിനാറിയോ. ഇത് ഇവിടെ പറയുന്നുണ്ട്. Nothing is an offense by reason of any harm which it may cause or be intended by the doer to cause to any person above 18 years of age who has given consent, whether express or implied, to suffer that harm. ഒരാളൊരു ഹാം സഫർ ചെയ്യാനായിട്ട് കൺസെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഹാം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടി ആയിരിക്കാം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ആ ഹാം നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് എന്ത് കോൺസിക്വൻസ് വേണമെങ്കിലും ഉണ്ടാകാം. എന്താണെങ്കിലും ശരി, അയാൾ കൺസെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താവില്ല? കുറ്റകരമാവില്ല. നമുക്ക് ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യാം. ഇനി ചില സാഹചര്യങ്ങളിൽ സ്പെസിഫിക്കലി എന്ത് ചെയ്യാറുണ്ട്? പ്രതി ഒരു പ്രത്യേക ഹാം അനുഭവിക്കാൻ മാത്രമല്ല, ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അയാൾ എന്തിന് കൺസെന്റ് കൊടുക്കാറുണ്ട്? ടു ടേക്ക് ദ റിസ്ക് ഓഫ് ദാറ്റ് ഹാം. അതായത് ആ ഹാമും അനുഭവിക്കാനുള്ള കൺസെന്റ് മാത്രമല്ല, ആ ഹാം കാരണമുള്ള എന്ത് കോൺസിക്വൻസ് വന്നാലും റിസ്ക് ഏറ്റെടുക്കാൻ ചിലപ്പോൾ തയ്യാറാകും. ഫോർ എക്സാമ്പിൾ എക്സും വൈയും കൂടെ ഒരു മത്സരത്തിൽ ഏർപ്പെടുകയാണ്. മത്സരത്തിൽ രണ്ടുപേർക്കും ദേഹോപദ്രവം ഏൽക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. രണ്ടുപേരും സമ്മതിക്കുകയാണ്. അപ്പൊ എക്സ് വൈയോട് പറയാണ്, ഞാൻ സമ്മതിക്കുകയാണ്, എനിക്കിങ്ങനെ എന്ത് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിലും എന്ത് ഹാം ഉണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം. എക്സ് സമ്മതിക്കുകയാണ്. അപ്പൊ ഈ എക്സ് ഇവിടെ ഹാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഹാമിന്റെ ഭാഗമായിട്ടുള്ള കോൺസിക്വൻസ്, ഫോർ എക്സാമ്പിൾ ഹാമിന്റെ ഭാഗമായിട്ട് എക്സ് 5 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നേക്കാം. അയാൾക്ക് അയാളുടെ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഹാമിന്റെ ഭാഗമായിട്ട് ഫോർ എക്സാമ്പിൾ എക്സ് ഒരു പ്രത്യേക അസുഖമുള്ള ഒരാളാണ്, ഇത്തരത്തിൽ മുറിവേൽക്കുകയാണെങ്കിൽ എക്സ് മരണപ്പെട്ടേക്കാം അല്ലെ. അപ്പം എന്ത് കോൺസിക്വൻസ് ഉണ്ടാകാനും അയാൾ തയ്യാറാണ്. അപ്പം രണ്ട് രീതിയിൽ ചിലർ കൺസിഡർ ചെയ്യാറുണ്ട്. ഒന്നൊരു പ്രത്യേക ഹാം സഫർ ചെയ്യാൻ കൺസിഡർ തരാം, കൂടാതെ ആ ഹാമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് റിസ്കോ ഏറ്റെടുക്കാൻ കൺസിഡർ തരാം. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഹാം ഉണ്ടാകാനാണ് കൺസെന്റ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഹാം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് എന്തുണ്ടായാലും ശരി നമുക്ക് ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യാം. ചിലര് ഹാം ഉണ്ടാക്കാനുള്ള കൺസെന്റോട് കൂടി ആയിരിക്കില്ല, ഹാം ഉണ്ടാക്കാൻ മാത്രമുള്ള കൺസെന്റ് ആയിരിക്കില്ല, അതിന്റെ കോൺസിക്വൻസ് ഏറ്റെടുക്കാനുള്ള കൺസെന്റ് ആയിരിക്കും തരാം. അങ്ങനെയെങ്കിൽ ആ ഹാം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഡിഫൻസ് ഓഫ് കൺസെന്റ് കിട്ടും. ചില സാഹചര്യങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സ് എന്നോട് പറയാണ്, എക്സിനൊരു പ്രത്യേക അസുഖമുണ്ട്, എക്സ് എന്നോട് പറയാണ് എക്സിന്റെ വയറ്റിലേക്ക് ഞാൻ ആഴത്തിൽ ഇടിക്കാനായിട്ട്. ഞാൻ വളരെ വലിയ മാസുള്ള ഞാൻ ജിമ്മിലൊക്കെ പോയി നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരാളാണ്. എൻ്റെ ഒരു ഇടിയിൽ എക്സ് നോർമലി ആർക്കൊന്നും സംഭവിക്കില്ല, വയറ്റിലിടിച്ചിട്ട് ആരും മരണപ്പെടാറില്ല അല്ലെ, നോർമലി സംഭവിക്കില്ല. പക്ഷെ എക്സിന് പ്രത്യേക അസുഖമുള്ള ആളായതിനാൽ ഈ ഫോഴ്സിൽ ഞാൻ എക്സിനെ ഇടിക്കുകയാണെങ്കിൽ എക്സിന്റെ മരണം ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ എക്സിനോട് പറയാണ്, ഇവിടെ നമുക്കറിയാം ഇന്റൻഷനോ നോളേജോ ഡെപ്ത് ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, മരണത്തിലേക്ക് അല്ലെങ്കിൽ പോട്ടെ, മരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. എക്സ് എന്നോട് പറയാണ് എന്ത് ചെയ്യാം, എക്സ് എന്നോട് പറയാണ് ഇങ്ങനെ വയറ്റിലേക്ക് ഇടിക്കാനായിട്ട്. അപ്പൊ എക്സിന് ഒരു പ്രത്യേക അസുഖമുള്ള ഒരാളാണ്, ഞാൻ വയറ്റിലേക്ക് ഇടിക്കുകയാണെങ്കിൽ എക്സിനൊരു ഇന്റേണൽ ബ്ലീഡിങ് അതിൽ ഉണ്ടാകും, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇത് അറിഞ്ഞിട്ടും ഞാൻ എക്സിന്റെ വയറ്റിലേക്ക് ഇടിക്കുകയാണ്. എക്സിനോട് സമ്മതിച്ചിരിക്കുന്നത് അതിന് തന്നെയാണ്. നമുക്ക് രണ്ട് സിനേറിയോസിനും എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ സിനേറിയോയിൽ എക്സിനോട് പറയാണ് വയറ്റിലേക്ക് ഇടിച്ചോളൂ, ഇതാണ് എക്സ് തരുന്ന സഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാം.
ഈ ഹാം ഉണ്ടാക്കാൻ വയറ്റിലേക്ക് ഇടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാൻ എക്സിനെ ഇടിക്കുകയാണ്, എക്സിന് ഹാം ഉണ്ടായിരിക്കുകയാണ്, എനിക്ക് ഡിഫൻസ് ഓഫ് കൺസെന്റ് ബ്ലീഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സിനാരിയോ, അതായത് ഇവിടെ ഫസ്റ്റ് സിനാരിയോ എന്താണ്, എക്സ് ഒരു പ്രത്യേക ഹാം സഫർ ചെയ്യാൻ ആഗ്രഹിച്ചു, ആ ഹാം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടി ഞാൻ ഉപദ്രവിച്ചു. ഓക്കെ, രണ്ടാമത്തെ സിനാരിയോയിൽ എക്സ് എന്നോട് പറയാണ് എന്റെ വയറ്റിൽ ഇടിച്ചോളൂ. അപ്പൊ എന്നോട് എക്സ് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ വയറിൽ നീ ഇടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉള്ളതിനാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അതൊന്നും നീ നോക്കണ്ട, എന്ത് കോൺസിക്വൻസ് ഫേസ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ എന്ത് പറയാണ്, അപ്പൊ എനിക്കറിയാം ഞാൻ ഇന്റൻഷൻ എന്താണ് വയറ്റിൽ ഇടിക്കുക എന്നുള്ളതാണ്, ബട്ട് അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ എനിക്ക് അറിയാം. അതായത് ഞാൻ ഇന്റന്റ് ചെയ്യുന്ന ഒരു കോൺസിക്വൻസ് അല്ല, അതിനപ്പുറത്തേക്ക് കോൺസിക്വൻസ് ഉണ്ടാകാമെന്ന നോളേജ് എനിക്കുണ്ട്. പക്ഷെ അയാൾ കൺസെന്റ് ചെയ്തിരിക്കുന്നത് എന്ത് കോൺസിക്വൻസ് ഏറ്റെടുക്കാനാണ്? അങ്ങനെയെങ്കിൽ ഞാൻ ആഴത്തിൽ ഇടിച്ചിട്ട് അയാൾക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൻസ് ഓഫ് കൺസെന്റ് ബ്ലീഡ് ചെയ്യാം. കാരണം ഞാൻ പറയുകയാണ്, ഇന്റൻഷൻ ആയിരുന്നു കറക്റ്റ് ആണ്, ബട്ട് എനിക്ക് നോളേജ്, കോടതി പറയുകയാണ് നിനക്ക് ഇന്റൻഷൻ ഉണ്ടായിരുന്നു കറക്റ്റ് ആണ്, ഇന്റൻഷൻ ഹാം ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഡിഫൻസ് ഓഫ് കൺസെന്റ് നിനക്ക് ബ്ലീഡ് ചെയ്യാം, പക്ഷെ നിനക്ക് നോളേജ് ഉണ്ടായിരുന്നില്ല ഇയാളെ നീ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഇത്തരത്തിലുള്ള കോൺസിക്വൻസ് ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ ഞാൻ കോടതിയോട് പറയാണ്, ഇയാൾ തന്നിരിക്കുന്ന കൺസെന്റ് ഹാം സഫർ ചെയ്യാൻ മാത്രമല്ല ഹാമിന്റെ കോൺസിക്വൻസ് കൂടി സഫർ ചെയ്യാനാണ്. അപ്പൊ അടിക്കുന്ന സമയത്ത് എനിക്കറിയാമായിരുന്നു ഈ ഹാം മാത്രമല്ല ഇത്തരത്തിലുള്ള കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന്, ബട്ട് അയാൾ കൺസെന്റ് തന്നിരിക്കുന്നത് കോൺസിക്വൻസ് കൂടി സഫർ ചെയ്യാനായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്റൻഷൻ ആ ഉപദ്രവം തന്നെ ആയിരിക്കാം, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ആ വ്യക്തിയുടെ കൺസെന്റ് എന്ത് കോൺസിക്വൻസും സഫർ ചെയ്യാനാണെങ്കിൽ, നമ്മൾ ഇടിക്കുന്ന സമയത്ത് ഇന്റൻഷൻ ഇടിക്കാനാണെങ്കിലും നമുക്ക് നോളേജ് ഉണ്ട് ഇതിന്റെ ആഘാതം ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന നോളേജ് ഉണ്ടെങ്കിൽ അയാൾ പക്ഷെ അതിനു കൂടി കൺസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിഫൻസ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ യൂസ് ചെയ്യുമ്പം കുറെ അധികം റെസ്ട്രിക്ഷൻസ് അവിടെ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സ് എന്നോട് പറഞ്ഞത് എക്സിനെ ഇടിക്കാനാണ്, എക്സിന് ഇങ്ങനെയുള്ള കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു, മേ ബി എനിക്ക് നോളേജ് ഉണ്ടായിരുന്നു, പക്ഷെ എക്സ് എന്നോട് പറയുകയാണ് ഇത് ഇത്ര ഫോഴ്സിൽ എന്നെ ഇടിക്കാവുള്ളൂ, അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിനെ ഇടിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകുമെന്ന് എക്സ് എന്നോട് പറഞ്ഞു. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എക്സ് സഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാം അതല്ല എന്ന് എക്സ് വ്യക്തമാക്കി. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഹാം ഉണ്ടാക്കുകയാണെങ്കിൽ ഡിഫൻസ് ഓഫ് കൺസെന്റ് ആപ്ലിക്കബിലിറ്റിയിൽ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ നോളേജ്, നമ്മൾ ഇന്റൻഷൻ ആണ് ബേസിക്കലി നോക്കുക. ജനറലി ഒരാൾ ഒരു ഹാം സഫർ ചെയ്യാൻ തരികയാണെങ്കിൽ ആ ഹാം സഫർ ചെയ്യുമ്പോൾ നമ്മൾ അയാൾ എന്ത് ഹാമാണോ സഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാക്കാനാണോ നമ്മുടെ ഇന്റൻഷൻ, ഇതേ നമ്മൾ നോക്കാറുള്ളൂ. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഒരു കോൺസിക്വൻസിലേക്ക് നമ്മൾ അയാൾ പറഞ്ഞിരിക്കുന്ന ഹാമിന് അപ്പുറത്തേക്ക് ഒരു കോൺസിക്വൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമുക്കത് ഉണ്ടാക്കാനുള്ള നോളേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മേ ബി നോളേജോട് കൂടിയാണ് നമ്മൾ ആക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരിക, അയാൾ ഈ കോൺസിക്വൻസ് സഫർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇത് രണ്ടും നോക്കും. ഓക്കെ, ജനറലി നമ്മൾ എപ്പോഴും നോക്കുക അയാൾ എന്ത് സഫർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ആ ഇന്റൻഷനോട് കൂടിയാണോ നമ്മൾ ആക്ട് ചെയ്തിരിക്കുന്നത്, അതാണോ ആക്ച്വലി ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. ഒന്ന്, ഈ കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന നോളേജ് ചെയ്ത ആൾക്കുണ്ടായിരുന്നോ? അപ്പൊ അയാൾ പറയാണ് അയാൾക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അയാൾ പറയാണ് അയാൾക്ക് ഇല്ലായിരുന്നെങ്കിൽ അവിടെ മാറ്റർ കഴിഞ്ഞു. കാരണം നോളേജ് ഇല്ല, ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. ഇന്റൻഷനോട് കൂടി തന്നെ ആക്ട് ചെയ്യാം എന്നാണ് സെക്ഷൻ പറയുന്നത്. ഇന്റൻഷനോട് കൂടി ആക്ട് ചെയ്താലും ഡിഫൻസ് ആപ്ലിക്കബിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നോളേജ് അയാൾക്ക് ഉണ്ടായിരുന്നില്ല, നമ്മൾ പ്രൂവ് ചെയ്തു, അങ്ങനെയെങ്കിൽ ഇനി പ്രശ്നമൊന്നുമില്ല. പക്ഷെ അയാൾ പറയാൻ എനിക്ക് നോളേജ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ് നോളേജ് ഉണ്ടെന്ന്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം വരും. എന്താണ് രണ്ടാമത്തെ ചോദ്യം? വിക്ടിമ് ഈ കോൺസിക്വൻസ് കൂടി സഫർ ചെയ്യാനായിട്ട് കൺസെന്റ് തന്നിരുന്നോ ഇല്ലയോ? അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ വിക്ടിമിന്റെ കൺസെന്റോട് കൂടിയാണ് നമ്മൾ ഈ കോൺസിക്വൻസ് കൂടി ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡിഫൻസ് ഓഫ് കൺസെന്റ് വാലിഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില റെസ്ട്രിക്ഷൻസ് അവിടെ ആപ്ലിക്കബിൾ ആവും. ക്ലിയർ ആണോ? സെക്ഷൻ 25 ഡിഫൻസ് ഓഫ് കൺസെന്റ്. രണ്ട് കാര്യങ്ങൾ ഓർക്കുക. മേജർലി ഓർക്കേണ്ടത് കൺസെന്റ് കൊടുക്കേണ്ടത് ആരൊക്കെയാണ്? 18 ഇയേഴ്സിന് മുകളിലേക്കുള്ള ആൾക്കാരാണ് കൺസെന്റ് കൊടുക്കേണ്ടത്. അവരുടെ കൺസെന്റ് മാത്രമാണ് സെക്ഷൻ 25 പറയുന്നത്. ഡെത്തോ ഗ്രീവിയസ് ഹേർട്ടോ ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോ നോളേജോ ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ആ ഉണ്ടായിരിക്കുന്ന ഹാം കാരണം ഒരു ഒഫൻസ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ ആ ഒഫൻസിന് നമുക്ക് ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? രണ്ട് സിനേറിയോസ് ഉണ്ട്. ഒന്ന്, ആ ഒരു പ്രത്യേക ഹാം ഉണ്ടാക്കാനായിട്ട് ഇന്റൻഷനോട് കൂടി നമ്മൾ ആക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സിനേറിയോയിൽ എന്ത് കോൺസിക്വൻസും ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രത്യേക ഹാം ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടിയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് നോളേജ് ഉണ്ട് പല കോൺസിക്വൻസിൽ ഉണ്ടായേക്കാമെന്ന്. ബട്ട് എന്ത് കോൺസിക്വൻസും ഫേസ് ചെയ്യാൻ അയാൾ കൺസെന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് കാരണം എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യില്ല, ഈ കൺസെന്റ് പ്ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? സെക്ഷൻ 25 വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല രീതിയിൽ മനസ്സിലാക്കിക്കോളൂ. ഇനി ഒരു ഇലിസ്ട്രേഷൻ ഉണ്ട്. ഇലിസ്ട്രേഷൻ വളരെ ചെറിയ ഇലിസ്ട്രേഷൻ ആണ്. അവിടെ പറയുന്നത് എയും ഇസഡും കൂടെ ഫെൻസ് ചെയ്യാണ്. ഫെൻസിങ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, നമ്മൾ മറ്റേ വാളല്ല, മറ്റൊരു സാധനമാണ് ഫെൻസ് എന്ന് പറയുന്ന ഒരു സാധനം. ഫെൻസിങ് ഒരു ആർട്ടാണ്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഒരു സ്പോർട്ടാണത്, സോറി ആർട്ടല്ല, ഒരു സ്പോർട്ടാണത്. അപ്പോൾ ഫെൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കളി, അമ്യൂസ്മെന്റിന് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി, അവരൊരു എന്റർടൈൻമെന്റിന് വേണ്ടി അവർ രണ്ടുപേരും ഫെൻസ് ചെയ്യാൻ എഗ്രി ചെയ്യാണ്.
അപ്പൊ ഇങ്ങനെയെങ്കിൽ എയും ഇസഡും ഫെൻസ് ചെയ്യാൻ എഗ്രി ചെയ്തിട്ട് അവരെന്ത് കാര്യം, അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അറിയാം ഫെൻസിംഗ് എന്ന് പറയുന്ന ഒഫൻസിൽ കയ്യാങ്കളിയാണ്, എന്തെങ്കിലുമൊക്കെ ഹാം ഉണ്ടായേക്കാമെന്ന്. അപ്പൊ ഇവര് അപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നമ്മൾ ഈ പറയുന്ന ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്റൻഷൻ ആ ഹാം ഉണ്ടാക്കാൻ തന്നെ ആയിരിക്കണം, അല്ലാതെ മറ്റൊരു ദുരുദ്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. ഈ പറയുന്ന ഡിഫൻസ് യൂഷ്വലി അപ്ലൈ ചെയ്യുന്നത് സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിലാണ്. രണ്ടുപേര് ഗുസ്തിയിൽ ഏർപ്പെടുകയാണ്. അപ്പൊ എയും ബിയും ഗുസ്തിയിൽ ഏർപ്പെടുമ്പം എക്ക് ബിയോട് ഒരു മുൻവൈരാഗ്യമുണ്ട്. അപ്പൊ എ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓക്കെ ഈ ഗുസ്തി സമയത്ത് തന്നെ ഇവന് ഞാൻ എന്ത് ചെയ്യാം, ഇവനിട്ട് പണിയാം. അപ്പൊ എയുടെ വൈരാഗ്യം മൊത്തം തീർക്കാനായിട്ട് എ വെയിറ്റ് ചെയ്യാണ് ഈ ഗുസ്തി വരാനായിട്ട്. എന്നിട്ട് ഈ ഗുസ്തിയുടെ ഇടയ്ക്ക് എന്ത് ചെയ്യാണ്, ബിയെ വളരെ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. അപ്പൊ കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ആ മത്സരത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഹാം അല്ല ഉണ്ടാക്കുന്നത്. അതായത് ഇന്റൻഷൻ സ്പെസിഫിക്കലി ചില എബവ് ആണ്. അതായത് നമ്മളിപ്പം നിങ്ങൾക്ക് മുൻപിൽ ഈ പറയുന്ന ഡിഫൻസ് ഓഫ് കൺസെന്റിന്റെ സെക്ഷൻ 25 അപ്ലൈ ചെയ്യേണ്ട ഒരു സിനേറിയോ വരുമ്പം നിങ്ങൾ നോക്കേണ്ടത് സ്പെസിഫിക് ഇന്റൻഷൻ ഉണ്ടോ എന്നാണ്. അതായത് യൂഷ്വലി സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിന്റെ കേസസിലാണ് നമുക്ക് ഈ ഇലുസ്ട്രേഷൻസ് നിങ്ങൾ പ്രീവിയസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. യൂഷ്വലി ഏതെങ്കിലും ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുക ഇലുസ്ട്രേഷൻ ആയിട്ട്, കേസ് അനാലിസിസ് ആയിട്ടോ അല്ലെങ്കിൽ സിനേറിയോ ആയിട്ടോ ഒക്കെ തരിക. അപ്പൊ നിങ്ങൾ ആ സിനേറിയോ വായിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റി എന്താണോ അതിന് ആവശ്യമായിട്ടുള്ള ഹാം ആണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗുസ്തിയിൽ ഏർപ്പെടുന്ന ആള്, ഞാൻ ഗുസ്തിയിൽ ഏർപ്പെടുമ്പോൾ എനിക്കറിയാം ഹാം ഉണ്ടാകുമെന്ന്, പക്ഷേ എത്രത്തോളം ഹാം ആയിരിക്കും ഞാൻ സഫർ ചെയ്യാനായിട്ട് കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കുക, ആ മത്സരത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഹാം അല്ലെ, മറ്റേ ആൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഹാം എന്നെ അയാൾ ഉണ്ടാക്കും എന്ന ധാരണയിലാണ് ഞാൻ കയറുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് അയാൾ എന്നെ ഹാം ഉണ്ടാക്കുന്നതിന് ഞാൻ കൺസെന്റ് കൊടുക്കുന്നില്ല അല്ലെ. അത് മാത്രമല്ല നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്, എന്ത് ഹാം ആണോ ഒരാൾ സഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടി ആക്ട് ചെയ്യണം എന്നാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സ്പെസിഫിക് ഇന്റൻഷനോട് കൂടി ആക്ട് ചെയ്താൽ ആ കേസുകൾക്ക്, അത്തരത്തിൽ ആക്ട് ചെയ്യുന്ന സിനേറിയോസ്, അത് കാരണം ഉണ്ടാകുന്ന റിസൾട്ടിന് അയാൾ സ്പെസിഫിക്കലി ലയബിൾ ആകേണ്ടതായിട്ട് നമ്മൾ വരും. അപ്പം ഫൗൾ പ്ലേയോ ഒന്നും ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. ഫെയർലി കളിച്ചു, നന്നായിട്ട് ഫെയർലി എല്ലാ മര്യാദകളും പാലിച്ച് കറക്റ്റായിട്ട് ആ ഗെയിം കളിച്ചു, അത് കാരണം ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രണ്ടുപേരും കൺസെന്റ് കൊടുത്തിരിക്കുന്നത് കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ കേസ് കൊടുക്കാൻ പറ്റില്ല. ബട്ട് സ്പെസിഫിക്കലി ആ ഗെയിമിന് ആവശ്യമായതിന് അപ്പുറത്തേക്കുള്ള ഫോഴ്സ് ഉപയോഗിക്കുകയോ ഹേർട്ട് ഉണ്ടാക്കുകയോ ചെയ്ത് ഒരു സ്പെസിഫിക് ഇന്റൻഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ അവിടെ ഡിഫൻസ് ഓഫ് കൺസെന്റ് നമ്മൾ എന്ത് ചെയ്യാതാകും, എടുത്ത് മാറ്റും. കാരണം ഇന്റൻഷൻ വളരെ സ്ട്രോങ് ആണ്. ആ ഹാം ഉണ്ട്, എന്താ ഹാമാണ് സഫർ ചെയ്യാനായിട്ട് കൺസെന്റ് ചെയ്തിരിക്കുന്നത് അതുണ്ടാക്കാനുള്ള ഇന്റൻഷൻ. അതിനപ്പുറത്തേക്ക് മറ്റെന്ത് ഇന്റൻഷൻ ഉണ്ടെങ്കിലും ശരി അതെന്തായിരിക്കും സ്പെസിഫിക്കലി നമ്മൾ അഡ്രസ് ചെയ്യും. അവിടെ നമ്മൾ ഡിഫൻസ് ഓഫ് കൺസെന്റ് എന്ത് ചെയ്യില്ല, അപ്ലൈ ചെയ്യില്ല. ക്ലിയർ അല്ലേ സിറ്റുവേഷൻ? ഓക്കെ, ഇതാണ് സെക്ഷൻ 25. അടുത്തത് സെക്ഷൻ 26 ആണ്. സെക്ഷൻ 26 ജനറലി പറയുന്നത് ഡോക്ടേഴ്സിന്റെ ഒക്കെ കേസസ് ആണ്. അതായത് മറ്റൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി ഗുഡ് ഫെയ്ത്തിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു കോൺസിക്വൻസ് ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ ഇവിടെയും നമ്മൾ പറയുന്നുണ്ട് ഒരിക്കലും ഇന്റൻഷൻ ഡെത്ത് ഉണ്ടാക്കാനായിരിക്കരുത്. അവിടെ ഡെത്തും ഗ്രീവിയസ് ഹർട്ടും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഡെത്ത് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് വായിച്ചാലോ എന്താണെന്നുള്ളത്. നത്തിങ് വിച്ച് ഈസ് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത്. ഡെത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണ്. ഡെത്ത് ഉണ്ടാക്കാനുള്ള ഇന്റൻഷൻ അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. ആ ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കുന്ന ഹാം കാരണം അതൊരു ഒഫൻസായി മാറിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓർ ഇന്റൻഡഡ് ബൈ ദ ഡൂവർ ടു കോസ് ഓർ നോൺ ബൈ ദ ഡൂവർ ടു ബി ലൈക്ലി ടു കോസ്. അതായത് ഈ ഹാം ഉണ്ടാകുമെന്ന ഇന്റൻഷനോട് കൂടി തന്നെയാണ് അയാൾ ആ കാര്യം ചെയ്തിരിക്കുന്നത്. ഇന്റൻഷൻ ഉണ്ടായിരുന്നു ആ ഹാം ഉണ്ടാക്കാനായിട്ട്, അത് കാരണം ഒഫൻസ് ഉണ്ടാകുമെന്നും അയാൾക്ക് അറിയാമായിരുന്നു. നോളേജ് ഉണ്ടായിരുന്നു ഈ ഹാം ഉണ്ടാകാനായിട്ട്, അത് കാരണം ഈ ഒഫൻസ് ഉണ്ടാകുമെന്ന് അയാൾക്ക് അറിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്റൻഷനോട് കൂടിയോ നോളേജോട് കൂടിയോ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ടു എനി പേഴ്സൺ ഫോർ ഹൂസ് ബെനിഫിറ്റ്സ് ഇറ്റ് ഈസ് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ആരാണോ വിക്ടിം, ആർക്കാണോ ഈ ഹാം ഉണ്ടായിരിക്കുന്നത്, അയാളുടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെ ഗുഡ് ഫെയ്ത്തിലാണ് ഇയാൾ, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഇനി ബെനിഫിറ്റിൽ ഗുഡ് ഫെയ്ത്തിൽ എന്ന് മാത്രമല്ല ആ വ്യക്തി കൺസെന്റും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഹാം സഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഹാമുമായി ബന്ധപ്പെട്ട എന്ത് റിസ്ക്കും എടുക്കാനായിട്ട്. അപ്പൊ ഹാം സഫർ ചെയ്യാനോ ഹാമുമായി ബന്ധപ്പെട്ട റിസ്ക് എടുക്കാനോ അയാൾ കൺസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യം ചെയ്തു, ആ ഗുഡ് ഫെയ്ത്തിൽ ചെയ്തു, അയാളുടെ ബെനിഫിറ്റിൽ തന്നെ നമ്മൾ ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് കാരണം ഡെത്ത് ഉണ്ടാക്കാനുള്ള ഇന്റൻഷനോട് കൂടിയല്ല നമ്മൾ ആക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കാരണം എന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും നമുക്ക് ഇന്റൻഷൻ ഉണ്ടായിരുന്നു ആ കോൺസിക്വൻസ് ഉണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ നോളേജ് ഉണ്ടായിരുന്നു ആ കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന്, അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിലുള്ള ഓഫൻസുകളിലേക്ക് നമുക്ക് ഇതാക്കാനായിട്ട് സാധിക്കില്ല. അപ്പം
സെക്ഷൻ 26 നിങ്ങൾ ഓർക്കേണ്ടത് ഡോക്ടേഴ്സ് ആണ്. സെക്ഷൻ 26 വരുമ്പോഴേ ആലോചിക്കുക. അപ്പോൾ സെക്ഷൻ 25 വരുമ്പോഴേ ആലോചിക്കുക ഏതെങ്കിലും ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റി. നമ്മൾ ഈ WWE ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഇല്ലേ നമ്മൾ പണ്ട് കാണാറുണ്ടായിരുന്നില്ല. ഞാൻ പണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ WWE. എനിക്കൊരു ബ്രദറാണുള്ളത്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇവനിരുന്ന് ഈ പറയുന്ന സാധനം കാണുമായിരിക്കും. എനിക്ക് അതിനകത്ത് കുറേ പേരെ അറിയാം. അണ്ടർടാക്കർ, ബിഗ് ഷോ, ജോൺ സീന, റൈ മിസ്റ്റീരിയോ, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ എനിക്കറിയാം. കാരണം ഞാനത് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതേ കണക്ക് തന്നെ അപ്പം അത് 25 വരുമ്പോൾ നിങ്ങളൊരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റി ആലോചിക്കുക. 26 വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു സിനേറിയോ ഡോക്ടറിന്റെ സിനേറിയോ ആണ്. അപ്പോൾ ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷനിൽ ഒരു വ്യക്തിയുടെ മരണം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാതെ അയാളെ രക്ഷിക്കണമെന്നും അയാളുടെ സമ്മതത്തോടു കൂടിയും ഡോക്ടർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങാനും അയാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇഞ്ചുറി അയാൾക്ക് ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ഒരിക്കലും ഡോക്ടേഴ്സ് അതിന് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് റെസ്പോൺസിബിൾ അല്ലാത്തത്? ഒന്ന്, കൊല്ലാനുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. മറ്റെന്ത് കോൺസിക്വൻസ് ആണെങ്കിലും ശരി കൊല്ലാനുള്ള ഇന്റൻഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇനി എന്ത് കോൺസിക്വൻസ് ആണോ ഉണ്ടായിരിക്കുന്നത് ആ കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് ചിലപ്പോൾ ഡോക്ടറിന് അറിയാമായിരിക്കാം, നോളജ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ഉണ്ടാകാമെന്ന ഇന്റൻഷൻ അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു വ്യക്തിയുടെ കാലിൽ നിന്നും ഒരു വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുകളിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാല് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ അയാൾ മരണപ്പെടും. ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് അയാളുടെ ദേഹമാസകലം മരണപ്പെടും. ഡോക്ടറിന് അറിയാം കാല് മുറിച്ച് മാറ്റിയാൽ മാത്രമേ അയാൾ രക്ഷപ്പെടും. അങ്ങനെയെങ്കിൽ ആ കാല് മുറിച്ച് മാറ്റണമെന്ന ഇന്റൻഷനോട് കൂടി തന്നെയല്ലേ മുറിച്ച് മാറ്റുന്നത്, അല്ലാതെ മറ്റെന്തെങ്കിലും ആലോചിച്ചുകൊണ്ടാണോ? ഒരിക്കലും അല്ല, അല്ലേ? അപ്പം ആ പ്രവൃത്തി ചെയ്യാനുള്ള ഇന്റൻഷനോട് കൂടി ആയിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള നോളജോട് കൂടി ഇതിന്റെ കോൺസിക്വൻസ് ഇതാണെന്ന നോളജോട് കൂടി ആയിരിക്കാം ചെയ്യുന്നത്. എന്താണെങ്കിലും അത് വിക്ടിമിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്, ഡോക്ടർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്, അയാളുടെ കൺസെന്റ് വാങ്ങിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതൊരിക്കലും ഒരു കുറ്റമായി മാറില്ല. ക്ലിയർ അല്ലേ? സെക്ഷൻ 26. സെക്ഷൻ 26മായി ബന്ധപ്പെട്ട് നമുക്കൊരു സിനേറിയോ ഉണ്ട്. സിനേറിയോ വളരെ സിമ്പിൾ ആണ്. ഒരു സർജനാണ്, ഒരു ഇസഡിന്റെ ഡെത്ത് ഉണ്ടാകുമെന്ന് അറിയാം ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്താൽ. നമ്മുടെ അയാൾ ഞാനും തമ്മിൽ കേസല്ലേ, അതിൻ്റെ ഒരു സിനേറിയോ ആണത്. ഇസഡിന് മരണം ഉണ്ടാകുമെന്ന് അറിയാം ഈ ഓപ്പറേഷൻ ചെയ്താൽ. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യാണ്, അയാളുടെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇസഡിന്റെ ഡെത്ത് ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാതെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്തു ഇസഡിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അയാളുടെ കൺസെന്റ് ഒക്കെ വാങ്ങിയിട്ട്, പക്ഷേ ഇസഡ് മരണപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തില്ല, ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല, അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേമസ് കേസ് ഉണ്ട്, നമ്മുടെ കാട്രാക്ട് സർജറി കേസ് എന്ന് പറയുന്ന ഹൈക്കോടതി ഡിസിഷനാണ്. മധ്യപ്രദേശ് ഹൈക്കോർട്ടിന്റെ ഒരു കേസായിരുന്നു. ഡോക്ടർ RP ധണ്ട വേഴ്സസ് ബുരേലാൽ എന്നാണ് കേസിന്റെ പേര്. വളരെ സിമ്പിൾ ആണ് ഈ കേസ്. ഈ കേസിൽ ഒരു കണ്ണ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്നതിനിടയ്ക്ക് വ്യക്തിയുടെ കാഴ്ച നഷ്ടപ്പെടുകയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഡോക്ടർ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് എന്ത് പ്രൊസീജിയർ ആണോ ലീഗലി ആ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, കാട്രാക്ട് സർജറി ആയിരുന്നു, നമ്മുടെ തിമിരം റിമൂവ് ചെയ്യാനുള്ള സർജറി ആയിരുന്നു. അപ്പോൾ അതിന് എന്ത് പ്രിക്കോഷൻസ് ആണോ വേണ്ടത് അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഡോക്ടർ അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡോക്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ആ കോൺസിക്വൻസിന് ഡോക്ടർ ലയബിൾ ആക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു കേസാണിത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള റീസൺ ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, 2 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന്, when an operation of cataract is performed by a duly qualified doctor in the recognized Indian method of treatment. ബാക്കിയെല്ലാം നമ്മൾ ഇത്രയും നേരം പഠിച്ച പോയിന്റ്സ് തന്നെ, കൺസെന്റോട് കൂടി ആയിരിക്കണം, ഗുഡ് ഫെയ്ത്തിലായിരിക്കണം, ബെനിഫിറ്റിലായിരിക്കണം. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി ഈ കേസിൽ കോടതി പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് ആക്ട് ആണോ നമ്മൾ സെക്ഷൻ 26 പ്രകാരം ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ചെയ്തിരിക്കുന്ന വ്യക്തി ഞാനാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ ഡിഫൻസ് ഓഫ് കൺസെന്റ് സെക്ഷൻ 26 പ്രകാരം ഞാൻ പറയുകയാണ് ഇന്ന ആളുടെ നല്ലതിന് വേണ്ടിയിട്ട് അയാളുടെ സമ്മതത്തോടു കൂടി ഞാൻ ഗുഡ് ഫെയ്ത്തിലാണ് ബിഹേവ് ചെയ്തിരിക്കുന്നത്, അത് കാരണം ഇതുണ്ടായി. ഫോർ എക്സാമ്പിൾ ഞാനൊരു സിനേറിയോ പറയുകയാണെ, ഒരു ദന്തൽ ഡോക്ടർ ഒരു വ്യക്തിയുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുകയാണ്. അയാൾ മരണപ്പെടുമെന്ന എല്ലാ ബോധ്യവും ഉണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ല ചെയ്യുന്നത്, ഇയാളെ രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഗുഡ് ഫെയ്ത്തിൽ അയാളുടെ കൺസെന്റ് ഒക്കെ വാങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് ആ വ്യക്തി മരണപ്പെട്ടു എന്ന് കരുതുക ഓപ്പറേഷൻ ഇടയിൽ. അപ്പൊ ഇയാൾ പറയാണ്, ഞാൻ ഈ പറയുന്ന ഡിഫൻസ് ഓഫ് കൺസെന്റ് പ്ലീഡ് ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസും ഈ കേസിലില്ലേ, ഗുഡ് ഫെയ്ത്തിലാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, ഡെത്ത് ഉണ്ടാക്കാനുള്ള ഇന്റൻഷൻ ഇല്ല, എന്ത് ചെയ്തിരിക്കുകയാണ്, അതേപോലെ തന്നെ അയാളുടെ കൺസെന്റ് ഉണ്ട്, വിക്ടിമിന്റെ കൺസെന്റ് ഉണ്ടായിരുന്നു പ്രതിക്ക്, എല്ലാ കണ്ടീഷൻസും ഉണ്ട്. എന്ത് കണ്ടീഷൻസ് ഇല്ലാത്ത ഒന്നുമില്ല, ഡിഫൻസ് ഓഫ് കൺസെന്റ് പാലിക്കാനുള്ള എല്ലാ കണ്ടീഷൻസും ഉണ്ട്. പക്ഷേ ഈ കണ്ടീഷൻസ് ഒന്നും അല്ലെങ്കിൽ നമുക്കറിയാം ഇയാൾക്ക് ശിക്ഷ കിട്ടും. കാരണം എന്താണ്, ഇയാള് ആ ഓപ്പറേഷൻ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിരുന്നില്ല, അല്ലേ? അപ്പൊ അതേപോലെ സെക്ഷൻ 26 2 ഹിഡൻ കണ്ടീഷൻസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ 26 ഡിഫൻസ് നമുക്ക് പ്ലീഡ് ചെയ്യാൻ പറ്റൂ. ഒന്നാമത്തെ ഹിഡൻ കണ്ടീഷൻ എന്താണ്, സെക്ഷനിൽ പറയാത്ത എന്നാൽ സെക്ഷനിൽ നമുക്ക് എക്സ്പ്രസ്ലി സെക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കബിലിറ്റിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 കണ്ടീഷൻസ് കൂടിയുണ്ട്. അതിലൊന്ന്, എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ഡിഫൻസ് ചോദിക്കുന്നത് ആ പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം, നമുക്ക് അത് അറിയാമായിരിക്കണം ആ പ്രവൃത്തി ചെയ്യാൻ. അറിയാതെ നമ്മളത് ചെയ്യുമ്പം അതിനർത്ഥം അതിൽ പിഴവുകൾ ഉണ്ടാകാം എന്നാണ്, അല്ലെ?
അപ്പോൾ പിഴവുകൾ ഉണ്ടാകും, അതൊരു നെഗ്ലിജൻസ് പോലെയാണ്. അപ്പം അറിയാവുന്ന കാര്യമായിരിക്കണം, നമ്മളത് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിഫൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കേസിൽ ദന്തൽ ഡോക്ടർ വന്നിട്ട് കൺസെന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തത് ഡിഫൻസ് ആണെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയാൽ കോടതി അയാളെ വെറുതെ വിടുമോ? ഒരിക്കലുമില്ല. അപ്പം ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ്. രണ്ടാമത്തത്, കറക്റ്റ് മെത്തേഡിലായിരിക്കണം നമ്മളിത് ചെയ്തിരിക്കേണ്ടത്. ആവശ്യമായ മെത്തേഡ് എന്താണോ ആ മെത്തേഡിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്, ആ സംഭവം ഫുൾഫിൽ ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് കൂടി ഹിഡൻ ആയിട്ടുണ്ട്, അത് രണ്ടും കൂടി എന്ത് ചെയ്തിരിക്കണം, ആലോചിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്ഷൻ 25ഉം സെക്ഷൻ 26ഉം നമ്മുടെ ഡിഫൻസ് ഓഫ് കൺസെന്റിന്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളാണ് ഇത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിഫൻസ് ഓഫ് കൺസെന്റുമായി ബന്ധപ്പെട്ട് പാരന്റ്സ്, ഇത് രണ്ടും നമ്മൾ പഠിച്ചത് സ്വന്തമായിട്ട് നമ്മൾ കൺസെന്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ അല്ലേ. ഇനി മൈനേഴ്സിന്റെ കേസിലുള്ള ചില സ്പെസിഫിക് സിനേറിയോസ് ആണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.